ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരൊറ്റ മാങ്ങ കൊണ്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മാംഗോ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് തീയൊന്നും കത്തിക്കാതെ ഒരൊറ്റ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല പഴുത്ത ഒരു മാങ്ങ എടുക്കണം കേട്ടോ. നന്നായി പഴുത്തിട്ടുള്ളൊരു മാങ്ങ എടുക്കണം. മാങ്ങൻ്റെ തൊലിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ മാങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് കേട്ടോ. ഒരു അര കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 10 രൂപേൻ്റെ ഒരു പാൽപ്പൊടീൻ്റെ പേക്ക് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസിന് പകരം ഏലക്കായ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഞാനിത് മിക്സിൻ്റെ ജാറൊന്ന് അടച്ചിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നന്നായി നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു പാത്രം, ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബിസ്ക്കറ്റിൻ്റെ പാത്രമാണ്. ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട്. ഇപ്പോൾ നമ്മൾ തീയൊന്നും കത്തിക്കാതെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മാംഗോ റെസിപ്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നേരം വെളുത്തിട്ടാണ് ഇതൊന്ന് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ചിട്ട് വെക്കണം. അപ്പം നേരം വെളുത്തപ്പോൾ ഞാനിതൊന്ന് എടുത്ത് അതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതിൻ്റെ 4 സൈഡും ഇതുപോലൊന്ന് ചെറുതായി ഒന്ന് അടർത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് അതൊന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു മോഡലൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാം. അല്ലാണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ബദാമും പിസ്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിത് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.